ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിന് താൽക്കാലികമായി അവസാനമുണ്ടാക്കാനുള്ള കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ന്യൂയോർക്ക് ടൈംസ് ആണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് പ്രകാരം 2 മാസത്തേക്ക് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം നിർത്തിവെക്കും. ഇതിന് പകരമായി 100 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ധാരണയായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഏതൻസ് ഉൾക്കടലിൽ ബ്രിട്ടന്റെ മാർലിൻ ലുവാണ്ട എന്ന കപ്പൽ നിന്ന് കത്തുന്ന കാഴ്ച അതിദയനീയമായിരുന്നു. യമനിലെ അൻസാറുള്ളയുടെ ആക്രമണത്തിലാണ് ബ്രിട്ടീഷ് കപ്പൽ കത്തിച്ചാമ്പലായത്. നിരന്തരം ചെങ്കടലിൽ US-ന്റെയും ഇസ്രായേലിന് സഹായമായി പോയിരുന്ന കപ്പലുകളെയും ആക്രമിച്ച് നശിപ്പിച്ച ഹൂത്തികളുടെ ഇടപെടലാണ് യഥാർത്ഥത്തിൽ ഗസയിലെ കുഞ്ഞുങ്ങളുടെ അടക്കം 1,000 ലക്ഷം മനുഷ്യരെ കൊന്നുതള്ളിയ ഇസ്രായേൽ ഭീകരതയെ തളയ്ക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൂത്തികളുടെ അപ്രതീക്ഷിത ആക്രമണങ്ങൾ ഇസ്രായേലിനും അവരെ സഹായിക്കുന്നവർക്കും കനത്ത തിരിച്ചടിയാകുന്നത് സഹിക്കാതായതോടെയാണ് കഴിഞ്ഞ ഒരാഴ്ച മുൻപ് US ബ്രിട്ടൻ സേനകൾ യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളിലെ 10 ഇടങ്ങളിൽ വ്യോമാക്രമണം നടത്തിയത്. ഇതോടെ തങ്ങളുടെ കനത്ത തിരിച്ചടിക്ക് കാത്തിരുന്നു കൊള്ളാനാണ് US-നും ബ്രിട്ടനും ഇവരെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കും ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകിയത്. ഇതിനുശേഷമാണിപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുൻപ് യമനിലെ അൻസാറുള്ള വിഭാഗത്തിന്റെ മിസൈൽ ആക്രമണത്തിൽ ബ്രിട്ടന്റെ കപ്പൽ കടലിൽ തീഗോളമായി മാറിയത്. ഇതോടെ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞ ബ്രിട്ടനാണിപ്പോൾ ഇറാന്റെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ചെങ്കടലിലെ ആക്രമണം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ ഇറാൻ വഴി ഹൂത്തികളിൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് US ഇറാനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗസയിലാകട്ടെ ഒരു കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയ 30ഓളം വരുന്ന ഇസ്രായേൽ സൈന്യത്തെ ഒരൊറ്റ ആക്രമണത്തിൽ ഹമാസ് തീർത്തു കളഞ്ഞത് ഗസയിൽ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിൽ വെച്ച് ഇസ്രായേൽ സൈന്യത്തിനുണ്ടായ ഏറ്റവും വലിയ കനത്ത തിരിച്ചടിയായിരുന്നു. ഇതോടെ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്നും ബന്ദികളെ മോചിപ്പിക്കണമെന്നുള്ള അപേക്ഷയുമായി വീണ്ടും മധ്യസ്ഥ വഹിക്കുന്ന രാജ്യങ്ങളുടെ പിറകെ കൂടിയിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ. ഇസ്രായേലിന് വേണ്ടി രക്ഷിതാവായ അമേരിക്ക ഇതിനുവേണ്ടി ഓടി നടക്കുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. എന്നാൽ ശാശ്വതമായി വെടിനിർത്തലിൽ കുറഞ്ഞ ഒരു ഉപാധിയും അംഗീകരിക്കാൻ ഹമാസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതിനിടെയാണ് മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കുകയും അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും വെടിനിർത്തൽ ഉണ്ടാകുമെന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. ഇസ്രായേലിന്റെയും ഹമാസിന്റെയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് കരാറിന്റെ പ്രാഥമിക ചട്ടക്കൂട് കഴിഞ്ഞ 10 ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതു സംബന്ധിച്ച് ഞായറാഴ്ച പാരീസിൽ വിശദമായ ചർച്ചയും നടക്കും. ഇതിനുശേഷമാവും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. ഹമാസുമായുള്ള ചർച്ചകളിൽ മധ്യസ്ഥ വഹിക്കുന്ന ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളുമായി US പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ടെലിഫോണിലൂടെ സംസാരിച്ചിരുന്നു. ഇതിനു പുറമെ ഞായറാഴ്ച പാരീസിൽ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കാനായി CIA ഡയറക്ടർ വില്യം ജബൂൺസിനെയും ബൈഡൻ അയച്ചിട്ടുണ്ട്. ഇസ്രായേൽ, ഈജിപ്ത്, ഖത്തർ പ്രതിനിധികളുമായി ബൂൺസ് നടത്തുന്ന ഈ ചർച്ചകളിൽ പുരോഗതി ഉണ്ടായാൽ മിഡിൽ ഈസ്റ്റ് കോർഡിനേറ്റർ ബ്രെറ്റ് മക്ഗുണർഗിനെ അയച്ച് അന്തിമ കരാറിന് രൂപം നൽകാനാണ് US പ്രസിഡന്റിന്റെ പദ്ധതി. ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നതിനോടൊപ്പം ഗസയ്ക്ക് ആവശ്യമായ സഹായം നൽകുകയുമാണ് കരാറിലൂടെ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്.